ക്രിസ്തുനാഥനെ അനുകരിക്കുവാൻ വിളിക്കപ്പെട്ട ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ്. സ്നാപക യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാർക്ക് ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ച് നൽകുന്നു. 3 സത്യങ്ങളാണ് ഈ സുവിശേഷത്തിൽ ഉള്ളത്. 1, സ്നാപക യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ച് നൽകുന്നു. 2, യേശുനാഥൻ അവരെ ക്ഷണിക്കുന്നു. 3, യേശുവിൻ്റെ ക്ഷണം സ്വീകരിച്ച് അവർ കർത്താവിനോടുകൂടെ പോകുന്നു. 5 പടികളിലായി ഈ ധ്യാന ചിന്തയെ നമുക്ക് ധ്യാനിക്കാം. 1, തൻ്റെ ശിഷ്യർക്ക് ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന സ്നാപകൻ. 2, ക്രിസ്തുവിനോട് കൂടെ വസിക്കുവാൻ പോകുന്ന ശിഷ്യന്മാർ. 3, ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പങ്കിട്ട് നൽകുക. 4, സ്നാപക അനുഗ്രഹത്താൽ സ്നാപകനിൽ നിന്ന് അവർ നടന്നകന്ന് യേശുവിനെ അനുഗമിക്കുന്നു. 5, എന്നെ കൊടുക്കാതെ ക്രിസ്തുവിനെ കൊടുക്കുവാനുള്ള വിളി. ഒന്നാമതായി, സ്നാപകൻ തൻ്റെ ശിഷ്യന്മാർക്ക് ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. സ്നാപകൻ പ്രകാശമായിരുന്നില്ല, പ്രകാശത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനായിരുന്നു. തന്നെ വിട്ട് ക്രിസ്തുവിലേക്ക് തൻ്റെ പ്രിയ ശിഷ്യന്മാർ നടന്നകലുന്നത് കണ്ട് സന്തോഷമുള്ളവനാകുന്ന സ്നാപകൻ. ശിഷ്യന്മാർ സ്നാപക സ്വാധീനത്തിൽ നിന്നും ക്രിസ്തു സ്വാധീനത്തിലേക്ക് നടന്ന് പോവുകയാണ്. 2, ക്രിസ്തുവിൽ വസിക്കുക. ക്രിസ്തുവിൻ്റെ അരികെ ശിഷ്യന്മാർ വന്ന് പരതുന്നത് കണ്ട് കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? ആത്മീയ യാത്രയുടെ ഏറ്റവും വലിയ ഇന്ധനമാണ് അന്വേഷണം. ക്രിസ്തുവാണ് ആദ്യം അവരെ കാണുന്നത്. കാരണം ക്രിസ്തുവാണ് അവരുടെ ആവശ്യം അറിയുന്നത്. അവർ ചോദിച്ചു, ഗുരു, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? യേശു പറഞ്ഞ്, വന്ന് കാണുക. 3, മറ്റുള്ളവരുമായി ക്രിസ്തുവിനെ പങ്കിടുക. സ്നാപകൻ തൻ്റെ ശിഷ്യന്മാർക്ക് ക്രിസ്തുവിനെ പങ്കിട്ട് നൽകുന്നു. ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ കാണുന്നവരായി അവരെ സ്നാപകൻ ക്രിസ്തുവിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു. ഒരർത്ഥത്തിൽ സ്നാപകൻ അവർക്ക് ക്രിസ്തുവിനെ നൽകുകയായിരുന്നു. 4, സ്നാപക അനുഗ്രഹത്താൽ സ്നാപകനിൽ നിന്ന് അകന്ന് അവർ യേശുവിനെ അനുഗമിക്കുന്നു. ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ഞാൻ ആരാണെന്ന വെളിച്ചം നമുക്കുണ്ടാകണം. സത്യത്തിൽ സ്നാപകൻ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയത് അതാണ്. ആ വെളിച്ചത്തിലാണ് അവർ ക്രിസ്തുവിനെ കാണുന്നതും അനുകരിക്കുന്നതും. അവരെക്കുറിച്ചുള്ള വെളിച്ചത്തിൽ നിന്നും ക്രിസ്തു പ്രകാശത്തിലേക്ക് അവർ കടന്നു വരുന്നു. ദൈവപുത്രൻ എന്ന സത്യത്തിലേക്ക് പ്രവേശിക്കുന്നു. 5, എന്നെ കൊടുക്കാതെ ക്രിസ്തുവിനെ കൊടുക്കുവാനുള്ള വിളി. എൻ്റെ ഞാനെന്ന ഭാവത്തെയാണ് മറ്റുള്ളവർക്ക് നൽകുന്നതെങ്കിൽ അത് മരണം വരെ മാത്രമായിരിക്കും നിലനിൽക്കുന്നത്. എന്നാൽ ഞാൻ ക്രിസ്തുവിനെ നൽകിയാൽ അത് നിത്യജീവൻ്റെ കാരണവും അനുഗ്രഹവുമായി തീരും. അതുകൊണ്ട് നാം ക്രിസ്തുവിനെ നൽകുന്നവരായി മാറണം. എന്നെ നൽകുവാനല്ല, എന്നിലൂടെ ക്രിസ്തുവിനെ നൽകുവാനാണ് ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന ബോധ്യം. പ്രിയമുള്ളവരെ, നമ്മിലൂടെ മറ്റുള്ളവർ ക്രിസ്തുവിലേക്ക് യാത്ര ചെയ്യുവാൻ, നമ്മെ കാണുന്നവർ ക്രിസ്തുവിലേക്ക് ചെന്നെത്തുമാറ് നാം ക്രിസ്തുവിൻ്റെതായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.
കേള